നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പട്ടാമ്പി പാലം ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് UDF. പ്രശ്നത്തിൽ നിന്ന് പട്ടാമ്പി MLA ഒളിച്ചോടുന്നതായി ആക്ഷേപം. UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലം പരിസരത്ത് പ്രതിഷേധ സംഗമം. ജാതി സെൻസസ് വൈകിപ്പിക്കരുതെന്ന് മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ മെക്ക. പാലക്കാട്ട് അസോസിയേഷൻ ജില്ലാ സെമിനാർ. ജാതി സെൻസസ് നീട്ടിക്കൊണ്ടുപോകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് VK ശ്രീകണ്ഠൻ MP. 7 കോടിയിലധികം നിക്ഷേപ തട്ടിപ്പ് നടത്തിയ തൃശൂരിലെ പ്രമുഖ വ്യവസായി അറസ്റ്റിൽ. നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസുകളിൽ അറസ്റ്റിലായത് വ്യവസായ പ്രമുഖൻ സുന്ദർ C. മേനോൻ. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡിൽ. വാർത്തകൾ വിശദമായി. പട്ടാമ്പി പാലം ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് UDF ആവശ്യമുന്നയിച്ച് UDF മുനിസിപ്പൽ കമ്മിറ്റി പാലത്തിന് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചു. അധികൃതരുടെ നിസ്സംഗത അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഭവനിൽ നിന്ന് UDF പ്രവർത്തകർ പാലത്തിലേക്ക് മാർച്ച് നടത്തി. പാലത്തിന്റെ പരിശോധന ഇതുവരെ നടന്നിട്ടില്ല. യാത്ര ദുഷ്കരമായ സാഹചര്യത്തിൽ പാലം ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നും അധികൃതരുടെ നിസ്സംഗ മനോഭാവം വെടിയണമെന്നും UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. DCC എക്സിക്യൂട്ടീവ് അംഗം KR നാരായണസ്വാമി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിൽ ഉണ്ടായിട്ടുള്ള സംജാതമായിട്ടുള്ള പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പട്ടാമ്പി അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ച് കിടക്കുകയാണ്. ഒരു ദുരന്ത ഭൂമി പോലെ പട്ടാമ്പിയിലെ കടകൾ തുറക്കാൻ പറ്റാതെ, പട്ടാമ്പിയിലെ ആളുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട രീതിയിലാണ് ഇന്ന് പട്ടാമ്പിയുടെ ദുർഘട അവസ്ഥ എന്നുള്ളിടത്താണ് ഐക്യജനാധിപത്യ മുന്നണി 6ാം ദിവസമായിട്ടും പാലത്തിലൂടെ അതിന്റെ ബലപരിശോധന നടത്താൻ കഴിയാത്ത അധികാരവർത്തികളുടെ നിഷ്ക്രിയതയെ ചോദ്യം ചെയ്യുന്നതിനാണ് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്താണ് അവസ്ഥ? നഗരസഭ എന്നൊന്നുണ്ടോ? നഗരസഭയിൽ ഒരു ചെയർമാൻ ഉണ്ടോ? നഗരസഭയിൽ മറ്റംഗങ്ങളുണ്ടോ? നഗരസഭ അവിടെ ഉറക്കം തൂങ്ങിക്കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. CA റാസി അധ്യക്ഷത വഹിച്ചു. KPCC അംഗം റിയാസ് മുക്കോളി, ഉമ്മർ കിഴായൂർ, KPA റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജാതി സെൻസസ് നീട്ടിക്കൊണ്ടുപോകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട്ട് മുസ്ലിം കൾച്ചറൽ അസോസിയേഷൻ മെക്ക ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. എന്തിനു വേണ്ടിയാ? ആരൊക്കെയാണ് അവസ്ഥ അനുഭവിക്കുന്നത്? ആരെല്ലാമാണ് നിരാലംബരായിട്ടിരിക്കുന്നത്? ഈ ഭരണ സംവിധാനത്തിന്റെ ഒരു സുരക്ഷയും ലഭിക്കാത്ത പാവപ്പെട്ടവരായ ആളുകൾ ആരൊക്കെയാണ്? അത് ഭരണകൂടമാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. അതിന് പരിഹാരം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ നമ്മുടെ മെക്കയുടെ ന്യൂസ് പതിപ്പിൽ അദ്ദേഹത്തിന് ജാതി സെൻസസ് നടത്തുക, വിദ്യാഭ്യാസ, ഉദ്യോഗ, തൊഴിൽ മേഖലകളിലെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്ന വിഷയത്തിൽ ജില്ലാ സെമിനാറും സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ, സാമ്പത്തിക, തൊഴിൽ മേഖലകളിലെ പ്രാതിനിധ്യക്കുറവ് പരിഗണിക്കാൻ സർക്കാരുകൾ മുന്നോട്ട് വരണമെന്ന് ജില്ലാ സെമിനാർ ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുഖ്യാതിഥിയായിരുന്നു. മെക്ക സംസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി NK അലി വിഷയം അവതരിപ്പിച്ചു. മെക്ക ജില്ലാ പ്രസിഡന്റ് VS മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് NC ഫാറൂഖ് എഞ്ചിനീയർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി KA അബ്ദുറബ്ബ്, STU ദേശീയ വൈസ് പ്രസിഡന്റ് MM ഹമീദ്, RITF ജില്ലാ സെക്രട്ടറി VAM യൂസഫ് മാസ്റ്റർ, KRUTA സംസ്ഥാന ട്രഷറർ KS അബ്ബാസ് മാസ്റ്റർ, PM നവാസ്, മെക്ക ജില്ലാ നേതാക്കളായ K ഉമ്മർ, അബ്ദുൽ ലത്തീഫ്, അക്ബർ ബാഷ, TKM ബഷീർ, EA സുലൈമാൻ, K ജാൻഷാ, AY നൌഷാദ്, അബ്ദുൽ സലാം പുതുനഗരം, നിജാമുദ്ദീൻ പറക്കുന്നം തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി C മുഹമ്മദ് ഷെരീഫ് സ്വാഗതവും ട്രഷറർ M അൻവർ ഹുസൈൻ നന്ദിയും പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ, വൈസ് ചെയർപേഴ്സൺ KT ഷബ്ന ജാഫർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മെക്ക സീനിയർ അംഗം KC മുഹമ്മദ് അലി വരണാധികാരിയായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 7 കോടിയിലധികം നിക്ഷേപ തട്ടിപ്പ് നടത്തിയ തൃശൂരിലെ പ്രമുഖ വ്യവസായി അറസ്റ്റിൽ. നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസുകളിൽ വ്യവസായ പ്രമുഖൻ സുന്ദർ C. മേനോനാണ് അറസ്റ്റിലായത്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഹിവാൻ നിധി, ഹിവാൻ ഫിനാൻസ് എന്നീ സ്ഥാപനങ്ങളുടെ പേരിൽ
7,78,00,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസുകളിലാണ് അറസ്റ്റ്. 18 കേസുകളാണ് നിലവിലുള്ളത്. 62ഓളം പരാതിക്കാരിൽ നിന്നാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ വെസ്റ്റ് പോലീസ് അന്വേഷിച്ചിരുന്ന കേസുകൾ പിന്നീട് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതപ്പുഴയിലെ പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിനു സമീപത്തെ കടവിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനും അതിഥി തൊഴിലാളിയുമായ അന്താനുഷ് എക്കയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6:30 മീൻപിടുത്തക്കാരാണ് പുതുശ്ശേരി കടവിൽ മൃതദേഹം കണ്ടത്. ട്രെയിനിൽ നിന്ന് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുതുരുത്തി ഭാഗത്ത് മീൻ പിടിക്കാൻ വലവീശിക്കൊണ്ടിരുന്നവർ മൃതദേഹം ഭാരതപ്പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ടിരുന്നു. ഇവർ വലവീശിയെങ്കിലും ശക്തമായ ഒഴുക്കിനെ തുടർന്ന് മൃതദേഹം വലയിൽ കുടുങ്ങിയില്ല. തുടർന്ന് ചെറുതുരുത്തി പോലീസിൽ വിവരമറിയിച്ചു. പോലീസും ജനപ്രതിനിധികളും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി ബോട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ ഭാഗത്ത് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3 കിലോമീറ്റർ അകലെ പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിന് സമീപം വെച്ച് വൈകിട്ട് 6:30 മൃതദേഹം കണ്ടെത്തിയത്. യുവാവിനെ തിരിച്ചറിയാൻ കഴിയാതിരുന്നത് ഏറെ നേരം പ്രതിസന്ധിയായി. ഫോൺ ഉണ്ടായിരുന്നെങ്കിലും ഇത് പ്രവർത്തിച്ചിരുന്നില്ല. തിരിച്ചറിയൽ കാർഡിൽ നിന്നാണ് പേരും അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നതും വ്യക്തമായത്. മൃതദേഹം ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ കരക്കെത്തിച്ച് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊപ്പം പഞ്ചായത്തിലെ മണ്ണാരച്ചൂട്ടി പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്തൃ സംഗമം നടത്തി. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് കൊപ്പം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഉൾപ്പെട്ട മണ്ണാരച്ചൂട്ടിയിലെ 8 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട മണ്ണാരച്ചൂട്ടി പ്രദേശത്ത് സംഘടിപ്പിച്ച ഗുണഭോക്തൃ സംഗമം മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ക്രയവിക്രയങ്ങളാണെങ്കിലും മറ്റുള്ള ഡെവലപ്മെൻ്റ് ആണെങ്കിലും നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിന് മാറ്റം വന്നിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയം മാത്രം ഈ കഴിഞ്ഞ 8 വർഷം അല്ലെങ്കിൽ 7.5 വർഷം കൊണ്ട് 1218 ജൂലൈ 31 വരെ നോക്കിക്കഴിഞ്ഞാൽ പട്ടാമ്പി മണ്ഡലത്തിൽ മാത്രം 1218 പട്ടയങ്ങൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല നമുക്കറിയാം 4 സെന്റ് കോളനി അടക്കമുള്ള മറ്റു വിവിധങ്ങളായ പട്ടയങ്ങൾ അർഹരായ മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ അത് വിതരണം ചെയ്തിട്ടുണ്ട്. സംഗമത്തിൽ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം വേലായുധൻ, സോമൻ, രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ട്രാഫിക് നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ പഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് T. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം ട്രാഫിക് SI PV സുഭാഷ് വിഷയം അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ A. സന്തോഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. 1,90,00,000 ആര് കൊടുക്കാൻ വെച്ചു? വാഹന ഉടമസ്ഥ കൊടുക്കാൻ വെച്ചു. കാരണം ഓടിച്ച ആൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. നിങ്ങൾ അതേ പ്രായത്തിലാണ് കേട്ടോ. വാഹനാപകടത്തിൽ പരിക്കുപറ്റി മരണപ്പെട്ട ഒരു ഡോക്ടർ 1.9 കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്തെ കോടതി വിധിക്കുകയുണ്ടായി. ആ വിധിയിൽ നിന്ന് ചില സാമൂഹിക സന്ദേശങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ചുനങ്ങാട് AVM ഹൈസ്കൂൾ, മയിലുംപുറം ഇസ്ലാമിക് സെൻട്രൽ സ്കൂൾ, സ്വാമി വിവേകാനന്ദ ട്രെയിനിംഗ് കോളേജ് തുടങ്ങിയ വിദ്യാലയങ്ങളിൽ നിന്ന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമാർ, സ്കൗട്ട്, അധ്യാപകർ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, ഓട്ടോ ടാക്സി യൂണിയൻ പ്രതിനിധികൾ, കുടുംബശ്രീ ADS അംഗങ്ങൾ തുടങ്ങി 300ഓളം പേർ ക്ലാസ്സിൽ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് ഖാസിം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AI സീനത്ത്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, ട്രാഫിക് SI വിനോദ് B. നായർ, നേർവഴി പദ്ധതി കൺവീനർ TP പ്രദീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, വോളണ്ടിയർമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU പാലക്കാട് മണ്ഡലം കൺവെൻഷൻ മണ്ണൂർ പഞ്ചായത്ത് ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം തെന്നിലാപുരം വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. അതൊരിക്കലും ശരിയാവില്ലെന്നുള്ളതാണ് പറയാനുള്ളത്. കർഷക തൊഴിലാളികളെ കിട്ടണമെങ്കിൽ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ മാന്യമായി അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരണം. അതാണ്
മറ്റ് മേഖലകളിൽ എല്ലാ ആളുകൾ പോകുന്നുള്ളൂ. എന്തിനാ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഉൾപ്പെടെ കടകളിൽ നിൽക്കാൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് വർക്കിനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ കർഷക തൊഴിലാളി മേഖലയിലേക്ക് പുതിയ ആളുകൾ വരുന്നില്ല. കാരണം എന്താണ്? അതൊരു അലോസരം പോലെയാണ്. അതൊരു അലോസരം പോലെ എന്ന് വെച്ചാൽ ചേറിലും ചേറ്റിലും പണിയെടുത്ത് കഴിഞ്ഞാൽ അവരെ ജനം അംഗീകരിക്കുന്നില്ല, ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല എന്ന ഒരു തോന്നലിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ചെറുപ്പക്കാരെ കൊണ്ടുവരാത്തത്. അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് വ്യക്തമായ ഒരു ധാരണയോടുകൂടി, വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അവർക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറയുന്നത്. മണ്ഡലം സെക്രട്ടറി എൻ തങ്കപ്പൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ അധ്യക്ഷനായി. CPI മണ്ഡലം സെക്രട്ടറി മുരളി കെ താരക്കാട്, KV ബാബു, M ജയകൃഷ്ണൻ, MS വേലായുധൻ, KN ദേവദാസ്, K ശ്രീജിത്ത്, KV രാജേഷ്, K വാസുദേവൻ, P ബാബു, KV രാമകൃഷ്ണൻ, A ദർശനാമോൾ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണൂർ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി K ഷൗക്കത്ത് അലി പരിപാടിക്ക് നന്ദി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച സഹോദരങ്ങൾക്ക് ചടങ്ങിൽ വെച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വഴി MA ഹിസ്റ്ററി പരീക്ഷയിൽ 7ാം റാങ്ക് നേടിയ TR സ്നേഹയെ കൺവെൻഷൻ അഭിനന്ദിച്ചു. ചടങ്ങിൽ വെച്ച് വയനാട് ദുരന്തബാധിതരായവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായധനവും കൈമാറി. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഷൊർണൂരിൽ കവിതാ സദസ്സ് നടത്തി. 27-28 തീയതികളിൽ കണ്ണൂരിലാണ് പൂക്കാസ സംസ്ഥാന സമ്മേളനം. വയനാട് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് ഷൊർണൂർ നഗരസഭ അയ്യങ്കാളി ഓഡിറ്റോറിയത്തിൽ കവിതാ സദസ്സ് ആരംഭിച്ചത്. പൂക്കാസ സംസ്ഥാന സമിതി അംഗം E രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ വിശദീകരിക്കാൻ കഴിയില്ല. ടൈറ്റബിളിൽ എനിക്ക് അനുവദിക്കപ്പെട്ട മാക്സിമം ടൈം 15 മിനിറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ ഗൗരവപ്പെട്ട ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് കേരളം ഇന്ന് എത്തി നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനം. പൂക്കാസ ഷൊർണൂർ മുനിസിപ്പൽ സെക്രട്ടറി KM ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. DB രഘുനാഥ് ആമുഖ പ്രഭാഷണം നടത്തി. V രാമൻകുട്ടി മോഡറേറ്ററായിരുന്നു. 6 കവിതകളാണ് സദസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി നിർണയം ഡോക്ടർ KA ധന്യയും കുരീപ്പുഴ ശ്രീകുമാരൻ്റെ ചാർവാകൻ MP സുബിതയും K സച്ചിദാനന്ദൻ്റെ നാവുമരം ജിഷ രാമപ്രസാദും P രാമൻ്റെ 5 ദേവിമാർ K സന്ധ്യയും അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച നടന്നു. ചർച്ചയിൽ രാജീവ് പിള്ളത്ത്, PM നാരായണൻ, പത്മജ വേണുഗോപാൽ, A സ്വയംപ്രഭ, സിനി ടീച്ചർ, RL അജയകുമാർ, മധു മഞ്ഞക്കാട്, അനുശ്രീ ആനന്ദ്, V വേണുഗോപാലൻ, പ്രസീത, ജിജി, P ബാബുരാജ്, സരിത കൈതോല, KK മണികണ്ഠൻ, M സുധീർ, TR സുനന്ദ, ശ്രീജ പ്രകാശ്, VR അർച്ചന, K സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു. K അനിൽകുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി മാധ്യമം പത്രത്തിലെ KP റജിയെയും ജനറൽ സെക്രട്ടറിയായി ജനയുഗത്തിലെ സുരേഷ് എടപ്പാളിനെയും തെരഞ്ഞെടുത്തു. ജൂലൈ 29 നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഞായറാഴ്ച തൃശൂർ പ്രസ് ക്ലബ്ബിലാണ് നടന്നത്. മാധ്യമം തിരുവനന്തപുരം ന്യൂസ് എഡിറ്ററായി പ്രവർത്തിക്കുന്ന KP റജി 2019-21 കാലഘട്ടത്തിൽ KUWJ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ജനയുഗം മലപ്പുറം ബ്യൂറോ ചീഫായ സുരേഷ് എടപ്പാൾ മലപ്പുറം പ്രസ് ക്ലബിന്റെ വിവിധ ഭാരവാഹിത്വങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി പാലം ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് UDF. പ്രശ്നത്തിൽ നിന്ന് പട്ടാമ്പി MLA ഒളിച്ചോടുന്നതായി ആക്ഷേപം. UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലം പരിസരത്ത് പ്രതിഷേധ സംഗമം. ജാതി സെൻസസ് വൈകിപ്പിക്കരുതെന്ന് മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ മെക്ക. പാലക്കാട്ട് അസോസിയേഷൻ ജില്ലാ സെമിനാർ. ജാതി സെൻസസ് നീട്ടിക്കൊണ്ടുപോകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് VK ശ്രീകണ്ഠൻ MP. 7 കോടിയിലധികം നിക്ഷേപ തട്ടിപ്പ് നടത്തിയ തൃശൂരിലെ പ്രമുഖ വ്യവസായി അറസ്റ്റിൽ. നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസുകളിൽ അറസ്റ്റിലായത് വ്യവസായ പ്രമുഖൻ സുന്ദർ C മേനോൻ. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.